നമസ്കാരം. STV ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ അജയ് വിജയൻ. പ്രധാന വാർത്തകൾ. ഹേമ കമ്മിറ്റിക്ക് മൊഴി നൽകിയ നടിമാർ തന്റെ പേര് പറഞ്ഞിട്ടുണ്ടോ എന്ന ഭയത്തിലാണ് സുരേഷ് ഗോപിയെന്ന് TN പ്രതാപൻ. തൃശൂരിൽ വിരിഞ്ഞത് താമരയല്ല ചെമ്പരത്തിപ്പൂവാണെന്ന് തൃശൂരുകാർക്ക് ബോധ്യപ്പെട്ടെന്നും TN പ്രതാപൻ. ഹേമ കമ്മീഷൻ റിപ്പോർട്ട് വെളിച്ചം കാണാതിരിക്കാനാണ് സർക്കാർ ശ്രമിച്ചതെന്നും പുറത്തുവിടേണ്ട പല ഭാഗങ്ങളും പുറത്തുവിടാതിരിക്കുന്നത് സർക്കാരിന്റെ ചാലകശക്തിയായി പ്രവർത്തിക്കുന്നവരെ സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായാണെന്നും പ്രൊഫസർ KA തുളസി. ഇരകൾക്കൊപ്പം എന്ന് പറഞ്ഞ സർക്കാർ വേട്ടക്കാരെ സംരക്ഷിക്കുന്ന നിലപാടാണ് സ്വീകരിക്കുന്നതെന്നും KA തുളസി. ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ട് പാലക്കാട് DCCയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സംഗമം. ഷൊർണൂർ വെള്ളത്തോൾ നഗർ മേഖലയിൽ പുതിയ റെയിൽവേ മേൽപ്പാലത്തിനായുള്ള നടപടികൾ ഒരുങ്ങുന്നു. മേൽപ്പാലം നിർമ്മാണത്തിന്റെ ഭാഗമായി മേഖലയിൽ മണ്ണ് പരിശോധനാ നടപടികൾക്ക് തുടക്കമായി. മേൽപ്പാലം നിർമ്മിക്കുന്നത് മേഖലയിൽ റെയിൽവേ ലൈൻ ഇരട്ടിപ്പിക്കുന്നതിന്റെ ഭാഗമായി. വാർദ്ധക്യത്തിൽ നിന്ന് തിരികെ യൗവനത്തിന്റെ പ്രൗഢിയിലേക്ക് എത്തിയ തൃശൂർ വടക്കുന്നാഥ ക്ഷേത്രത്തിലെ 160-ലധികം വർഷം പഴക്കമുള്ള ആൽമുത്തശ്ശിയെ കാണാനെത്തി മന്ത്രി NK ശശീന്ദ്രൻ. ക്ഷേത്രത്തിൽ കാലപ്പഴക്കം മൂലം നാശത്തിന്റെ വക്കിലായ മറ്റു മരങ്ങൾക്ക് കൂടി ഇത്തരത്തിൽ ചികിത്സ നൽകി ആരോഗ്യം വീണ്ടെടുക്കാനുള്ള പദ്ധതി ആരംഭിക്കുമെന്ന് മന്ത്രി. വാർത്തകൾ വിശദമായി. ഹേമ കമ്മിറ്റിക്ക് മൊഴി നൽകിയ നടിമാർ തന്റെ പേര് പറഞ്ഞിട്ടുണ്ടോ എന്ന ഭയമാണ് സുരേഷ് ഗോപിക്കെന്ന് TN പ്രതാപൻ. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്നതോടെ ഭയവും കുറ്റബോധവും നിറഞ്ഞ അവസ്ഥയിലാണ് സുരേഷ് ഗോപി. തൃശൂരിൽ വിരിഞ്ഞത് താമരയല്ല ചെമ്പരത്തിപ്പൂവാണെന്നും TN പ്രതാപൻ തൃശൂരിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. BJP എംപിക്ക് വേണ്ടി ജാമ്യം എടുക്കാൻ പറ്റുന്ന CPMന്റെ മുൻ MLA കാരാപ്രസാദാണ്. ഇനി ഞങ്ങൾ തൃശ്ശൂരിൽ നേരത്തെ പറഞ്ഞിരുന്നു ഒരു അന്തർധാര CPM BJP അന്തർധാര പറഞ്ഞു. അതിനൊക്കെയാണ് ഞങ്ങൾ സംശയിക്കുന്നത്. ഈ സിനിമാ നടന്മാരായ ആളുകൾ ചലച്ചിത്ര താരങ്ങളെ പീഡിപ്പിച്ചതിന് പോലീസ് കേസെടുക്കുകയും അവരുടെ പേര് നടപടി സ്വീകരിക്കണം, പുറത്താക്കണമെന്ന് ആവശ്യപ്പെടുമ്പോൾ എന്തുകൊണ്ടാണ് തൃശ്ശൂർ MP ആയ സുരേഷ് ഗോപിക്ക് ഇത്ര വലിയ തുള്ളലുണ്ടാകുന്നത്? ഒരുപക്ഷെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ മാത്രമല്ല, ഹേമ കമ്മിറ്റിയുടെ മുൻപിൽ മൊഴി കൊടുത്ത ഏതെങ്കിലും ചലച്ചിത്ര താരങ്ങൾ തങ്ങളുടെ പേര് പരാമർശിച്ചിട്ടുണ്ടോ എന്നുള്ള കുറ്റബോധം സുരേഷ് ഗോപിയെ വേട്ടയാടുന്നുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കെതിരെ പരാതി ഉയർന്നതും ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ച ഇടത് സർക്കാർ സിനിമാ മേഖലയിൽ നിന്ന് നിരന്തരം പരാതി ഉയർന്നിട്ടും കാര്യക്ഷമമായ നടപടി സ്വീകരിക്കാത്തത് സർക്കാരിന്റെ ചാലകശക്തികളായവരെ സംരക്ഷിക്കുന്നതിന്റെ ഭാഗമെന്ന് KPCC ജനറൽ സെക്രട്ടറി KA തുളസി. ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ സമഗ്രമായ അന്വേഷണവും നടപടിയും ആവശ്യപ്പെട്ട് പാലക്കാട് DCC സംഘടിപ്പിച്ച പ്രതിഷേധ സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ. വാഹനത്തിൽ വെച്ച് ഒരു നടി ആക്രമിക്കപ്പെട്ടതിന്റെ തുടർച്ചയാണ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട്. നടിക്കെതിരെയുള്ള ആക്രമണത്തിന് പിന്നിൽ വൻ ഗൂഢാലോചനയുണ്ടെന്നായിരുന്നു അന്ന് പ്രശസ്ത ചലച്ചിത്ര താരം മഞ്ജു വാര്യർ വെളിപ്പെടുത്തിയത്. എന്നിട്ടും സിനിമാ മേഖലയിലെ അനാശാസ്യ പ്രവണതകൾ അന്വേഷിക്കാൻ സർക്കാർ തയ്യാറായില്ലെന്നും പീഡിതർക്ക് വേണ്ടി പറയുകയും പീഡകരെ സംരക്ഷിക്കാനുമാണ് സർക്കാർ ശ്രമിക്കുന്നതെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ KA തുളസി പറഞ്ഞു. സർക്കാർ തയ്യാറായില്ല എന്നുള്ളത് ഇന്ന് ഈ നിമിഷത്തിൽ നമ്മൾ അതീവ ഗൗരവത്തോടു കൂടി കാണേണ്ടതാണ്. നമുക്കറിയാം, ഇന്ത്യ കണ്ട ഏറ്റവും ജനകീയനായിട്ടുള്ള മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാറിന്റെ പേരിൽ ഏതോ ഒരു സ്ത്രീ ഒരു ആരോപണം ഉന്നയിച്ചപ്പോൾ അത് അന്വേഷിക്കുന്നതിന് വേണ്ടി ഒരു ജുഡീഷ്യൽ കമ്മീഷനെ വെക്കാൻ ഒരു നിമിഷം പോലും ഒരു ആലോചിക്കേണ്ടി വന്നില്ല ഇടതുമുന്നണി സർക്കാരിന്. പക്ഷേ ഒരു യുവതി, അതും അറിയപ്പെടുന്ന ഒരു നടി, അതിനിഷ്ഠൂരമായി ലൈംഗികമായിട്ട് അതിക്രമം ഒരു വാഹനത്തിനുള്ളിൽ നേരിട്ടപ്പോൾ ആ കാര്യം അന്വേഷിക്കുന്നതിന് വേണ്ടി കേരള മനസാക്ഷി മുഴുവൻ ഒന്നടങ്കം ഉണർന്ന് പ്രവർത്തിച്ചപ്പോൾ അതിനെതിരെ ശബ്ദിച്ചപ്പോൾ അവിടെ ഒരു അന്വേഷണ കമ്മിറ്റി വെക്കുമ്പോൾ അതിന് ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറായില്ല. കാരണം മറ്റൊന്നുമല്ല, ഈ സർക്കാരിനെ താങ്ങി നിർത്തുന്ന ചില ചാലക ശക്തികൾ, ആ ചാലക ശക്തികളുടെ പ്രധാനപ്പെട്ട കണ്ണികൾ ഈ അന്വേഷണവുമായിട്ട് ജുഡീഷ്യൽ അന്വേഷണവുമായിട്ട് മുന്നോട്ട് പോയാൽ അവർക്കെതിരെയൊക്കെ അന്വേഷണം വരും. പരിപാടിയിൽ DCC പ്രസിഡന്റ് A തങ്കപ്പൻ അധ്യക്ഷനായി. മുൻ MPമാരായ VS വിജയരാഘവൻ, രമ്യ ഹരിദാസ്, മുൻ MLA KA ചന്ദ്രൻ, KPCC ജനറൽ സെക്രട്ടറി C ചന്ദ്രൻ, സുമേഷ് അച്യുതൻ, PV രാജേഷ്, ബാലഗോപാൽ, CV സതീഷ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പ്രകൃതി ദുരന്തവും പകർച്ചവ്യാധികളും സർക്കാരിന് കൊള്ള നടത്താനുള്ള വേദിയായെന്ന് CMP ജില്ലാ സെക്രട്ടറി P കലാധരൻ. ക്ഷേമനിധി ഫണ്ടുകൾ വകമാറ്റുന്നുവെന്നാരോപിച്ച് സംയുക്ത ട്രേഡ് യൂണിയനുകളുടെ നേതൃത്വത്തിൽ പാലക്കാട് നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡിലേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ക്ഷേമനിധികളിൽ നിന്നും കോടികൾ വകമാറ്റിയതോടെ അംഗങ്ങൾക്ക് ആനുകൂല്യം ലഭിക്കാത്ത സ്ഥിതിയാണ്. സംസ്ഥാന വികസനത്തിനേക്കാൾ അപ്പുറം ദൂർത്തിനാണ് സർക്കാർ പ്രാമുഖ്യം നൽകുന്നതെന്നും തൊഴിലാളി വർഗത്തെ ഇതുപോലെ വഞ്ചിച്ച സർക്കാർ കേരളത്തിൽ ഇതിനു മുൻപ് ഉണ്ടായിട്ടില്ലെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു.
പരാതികളായ ഈ ക്ഷേമനിധി ബോർഡിനെ നശിപ്പിക്കുന്ന ഈ നിലപാടിനെതിരെ UTUC, HMS, FITU, TUC, AIUTUC, NINTC എന്നീ സംഘടനകളാണ് ക്ഷേമനിധി ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. വിവിധ സംഘടനാ ഭാരവാഹികളായ അസീസ് ആലത്തൂർ, സുധാകരൻ പാക്കാട്, അബ്ദുൾ അസീസ്, ബി രാജേന്ദ്രൻ നായർ, PV ദാസ്, ഷംസുദ്ദീൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. മാത്തൂർ ഗ്രാമപഞ്ചായത്തിന്റെയും കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ പ്രത്യേക ക്ഷയരോഗ നിർണയ പരിപാടിയുടെ പഞ്ചായത്ത് തല ഉദ്ഘാടനം നടന്നു. പരിപാടി ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ വിദ്യ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ മെഡിക്കൽ ഓഫീസേഴ്സ് പിന്നെ അതുപോലെ നമ്മുടെ കഴിഞ്ഞ പറഞ്ഞ കുറച്ച് കാര്യങ്ങളൊക്കെ അതിലൊക്കെ എന്ത് ആക്ഷനാണ് ചെയ്തത് എന്നുള്ള കാര്യം ഇവരോട് ശ്രദ്ധിക്കാൻ പറയുന്നതാണ്. മാത്തൂർ വെട്ടിക്കാട് അയ്യങ്കാളി മെമ്മോറിയൽ കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന പഞ്ചായത്ത് തല ഉദ്ഘാടന ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രവിത മുരളീധരൻ അധ്യക്ഷയായി. ജില്ലാ TB ഓഫീസർ ഡോക്ടർ ഹരിദാസ് വിഷയാവതരണം നടത്തി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PR പ്രസാദ്, പഞ്ചായത്ത് ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജയശ്രീ പ്രകാശൻ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നദീറ ഇസ്മായിൽ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ AR പ്രേമദാസൻ, പഞ്ചായത്ത് അംഗങ്ങളായ K വിനോദ്, K രാധാകൃഷ്ണൻ, V രമേഷ് കുമാർ, കുഴൽമന്നം സാമൂഹിക ആരോഗ്യ കേന്ദ്രം സൂപ്രണ്ട് ഡോക്ടർ MA സിന്ധു, അക്ഷയജ്യോതി നോഡൽ ഓഫീസർ ഡോക്ടർ വൈശാഖ്, ആലത്തൂർ TB യൂണിറ്റിലെ ഡോക്ടർ റമീസ് എന്നിവർ സംസാരിച്ചു. മാത്തൂർ കുടുംബാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ രശ്മി സൂസൻ സ്വാഗതവും ഹെൽത്ത് ഇൻസ്പെക്ടർ AK സുരേഷ് നന്ദിയും പറഞ്ഞു. പരിപാടിയിൽ വെച്ച് കൊതുക് ദിനാചരണത്തിന്റെ ഭാഗമായി നടത്തിയ ക്വിസ് മത്സരത്തിലെ വിജയികൾക്കുള്ള സമ്മാനദാനവും TB ആക്റ്റീവ് സർവൈലൻസുമായി ബന്ധപ്പെട്ട് പുതിയ രോഗികളെ കണ്ടെത്തിയ ആശാമാരെ ആദരിക്കുകയും ചെയ്തു. ഹെൽത്ത് ഇൻസ്പെക്ടർ AK സുരേഷ് പരിപാടിക്ക് നന്ദി അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. ആരോഗ്യരംഗത്ത് കേരളത്തിന്റെ മുന്നേറ്റം ലോകമാകെ അംഗീകരിക്കപ്പെട്ടതാണെന്ന് CPM ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നഴ്സുമാരുടെ സംഘടനയായ KGNAയുടെ നേതൃത്വത്തിൽ പാലക്കാട് കലക്ട്രേറ്റിന് മുന്നിൽ നടത്തിയ പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ലോകത്ത് എവിടെ പകർച്ചവ്യാധികൾ ഉണ്ടായാലും കേരളത്തെ ബാധിക്കുമെന്ന തിരിച്ചറിവിലാണ് ആരോഗ്യരംഗത്തെ സർക്കാർ സജ്ജമാക്കിയിരിക്കുന്നത്. നിപ്പയെയും കോവിഡിനെയും പ്രതിരോധിക്കാൻ കഴിഞ്ഞത് സർക്കാരിന്റെ ആസൂത്രണ മികവിലാണ്. കേരളത്തിലെ നഴ്സുമാർ മാലാഖമാരാണെന്ന് പൊതുസമൂഹത്തിന് വ്യക്തമായത് കോവിഡ് കാലത്താണെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു. നഴ്സുമാരുടെ എണ്ണം പരിഷ്കരിക്കുക, ആരോഗ്യരംഗത്തെ മികവ് നിലനിർത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു KGNA ധർണ നടത്തിയത്. പ്രസിഡന്റ് രോഷ്നി BR അധ്യക്ഷയായി. സെക്രട്ടറി സജി, ജയശ്രീ, സുരേഷ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഷൊർണൂർ വെള്ളത്തുൽ നഗർ റെയിൽവേ ലൈൻ ഇരട്ടിപ്പിക്കുന്നതിന്റെ ഭാഗമായി പുതുതായി നിർമ്മാണം തുടങ്ങാനിരിക്കുന്ന റെയിൽവേ മേൽപ്പാലങ്ങൾക്കായുള്ള പരിശോധനാ നടപടികൾക്ക് തുടക്കമായി. വടകര ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഊരാലുങ്കൽ സൊസൈറ്റിക്ക് കീഴിലുള്ള മാറ്റർ ലാബിലെ പരിശോധനാ സംഘത്തിന്റെ നേതൃത്വത്തിലാണ് പരിശോധനാ നടപടികൾക്ക് തുടക്കമായത്. വടകര ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഊരാലുങ്കൽ സൊസൈറ്റിക്ക് കീഴിലുള്ള മാറ്റർ ലാബിലെ പരിശോധനാ സംഘമാണ് പുതിയ റെയിൽവേ മേൽപ്പാലം നിർമ്മാണത്തിന്റെ ഭാഗമായി മണ്ണ് പരിശോധന നടത്തിവരുന്നത്. ചെറുതുരുത്തി ഹൈസ്കൂളിനടുത്തുള്ള റെയിൽവേ പാലത്തിന് സമീപവും സംസ്ഥാനപാതയിലെ ഷൊർണൂർ SMP ജംഗ്ഷന് സമീപവും പാലം നിർമ്മാണത്തിന്റെ ഭാഗമായി സംഘാംഗങ്ങളുടെ നേതൃത്വത്തിൽ മണ്ണു പരിശോധന നടത്തി. പരിശോധന പൂർത്തിയാക്കി റെയിൽവേക്ക് റിപ്പോർട്ട് സമർപ്പിക്കുമെന്നും അതിന്റെ ഭാഗമായിരിക്കും റെയിൽവേയുടെ തുടർ നടപടികളെന്നും പരിശോധനാ നടപടികൾക്ക് നേതൃത്വം നൽകുന്ന ജിയോളജിസ്റ്റ് അബ്ദുൽ കരീം പറഞ്ഞു. ഞങ്ങളെ ഊരാലുങ്കൽ സൊസൈറ്റി അറിയാമല്ലോ, വടകര ആസ്ഥാനമായിട്ടുള്ള ഊരാലുങ്കൽ സൊസൈറ്റിയുടെ അണ്ടറിലുള്ള മാറ്റർ ലാബാണ് ഞങ്ങളത്. മാറ്റർ ലാബിൻ്റെ സോയിൽ ഇൻവെസ്റ്റിഗേഷൻ ടീമാണ് ഇപ്പോൾ ചെയ്യുന്നത്. അത് മറ്റേ ഇതിൻ്റെ സോയിലിൻ്റെ സ്ട്രെങ്ത് നോക്കി അവർക്ക് നമ്മൾ റിപ്പോർട്ട് സമർപ്പിക്കും. പിന്നെയാണ് മറ്റുള്ള അവരെ വർക്കൊക്കെ ഇതിൻ്റെ ബേസിൽ വരാം. ഇത് എന്തിനാണ് ചെയ്യുന്നത്? ഇത് ഇവിടെ പിന്നെ ഈ പാലം ഉണ്ടാവുന്നത് അതിനൊക്കെ വേണ്ടിയിട്ടാണ്. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. പട്ടാമ്പി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മേലെ പട്ടാമ്പിയിൽ രാഷ്ട്രീയ വിശദീകരണ യോഗം നടത്തി. കഴിഞ്ഞ ദിവസം നടന്ന LDFന്റെ നേതൃത്വത്തിലുള്ള പ്രതിഷേധ കൂട്ടായ്മകൾ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് പട്ടാമ്പി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാഷ്ട്രീയ വിശദീകരണ പൊതുയോഗം നടത്തിയത്. മേലെ പട്ടാമ്പിയിൽ നടന്ന രാഷ്ട്രീയ വിശദീകരണ പൊതുയോഗം DCC സെക്രട്ടറി PK ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. വളരെ പെട്ടെന്ന് അതിന്റെ കൈവരികൾ പുനഃസ്ഥാപിക്കുമെന്ന് തീരുമാനിച്ചു.
എന്നാൽ 20 ദിവസം കഴിഞ്ഞും ആ കൈവരികൾ പുനഃസ്ഥാപിക്കുന്നതിന്റെ ഒരു ലക്ഷണങ്ങളും ഉണ്ടായിട്ടില്ല. ഇവിടെ സൂചിപ്പിച്ച പോലെ MLA ഓരോ ദിവസവും ഓരോ പ്രസ്താവനകൾ ഇറക്കും. ടെൻഡർ നോട്ടീസ് ഇറക്കിയിട്ടുണ്ട്, ടെൻഡർ ലഭിച്ചിട്ടുണ്ട്, അത് പൊളിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് ഇവിടെ ജനങ്ങൾ മണിക്കൂറുകളോളം ക്യൂ നിന്നാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത്. വളരെ ബുദ്ധിമുട്ടാണ്. ടൗൺ ആകെ സ്തംഭനാവസ്ഥയിലായിരുന്നു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി OK ഫാറൂഖ് മുഖ്യപ്രഭാഷണം നടത്തി. ഉമ്മർ കീഴായൂർ അധ്യക്ഷനായി. KR നാരായണസ്വാമി, ET ഉമ്മർ, രാമദാസ് മാസ്റ്റർ, K ബഷീർ തുടങ്ങിയവർ സംസാരിച്ചു. കഴിഞ്ഞ ദിവസം പട്ടാമ്പിയിൽ 3 LDF നടത്തിയ പ്രതിഷേധ കൂട്ടായ്മയ്ക്കെതിരെയാണ് കോൺഗ്രസ് രാഷ്ട്രീയ വിശദീകരണ പൊതുയോഗം സംഘടിപ്പിച്ചത്. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് യൂണിയൻ CITUവിന്റെ ആഭിമുഖ്യത്തിൽ ഓങ്ങല്ലൂരിൽ ഓപ്പൺ ഫോറം സംഘടിപ്പിച്ചു. കെട്ടിട നിർമ്മാണ തൊഴിലാളികളുടെ ക്ഷേമനിധി സെസ്സുമായി ബന്ധപ്പെട്ടാണ് ഓപ്പൺ ഫോറം സംഘടിപ്പിച്ചത്. യൂണിയൻ ഏരിയ സെക്രട്ടറി T ഷാജി ഓപ്പൺ ഫോറം ഉദ്ഘാടനം ചെയ്തു. കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് യൂണിയൻ CITU ജില്ലാ ട്രഷറർ NP വിനയകുമാർ മുഖ്യപ്രഭാഷണം നടത്തി. അതിൽ തന്നെ വീട്ടാവശ്യത്തിന് താമസത്തിന് വേണ്ടി വീട് നിർമ്മിക്കുന്നവർ 10 ലക്ഷത്തിൽ കൂടുതൽ വെച്ചാൽ മതി. 10 ലക്ഷത്തിൽ കൂടുതൽ ചെലവഴിച്ച് നിർമ്മിക്കുന്ന വീടിന് 1% കൊടുക്കേണ്ടതുള്ളൂ. മറ്റ് വാണിജ്യ ആവശ്യത്തിനോ വ്യാപാര ആവശ്യത്തിനോ ഒക്കെ നിർമ്മിക്കുന്ന പ്രവൃത്തികളുണ്ടല്ലോ, അതിന് 1 ലക്ഷമാണെങ്കിലും കൊടുക്കണം. വീട് വെക്കാൻ, വീടിന് വേണ്ടി 10 ലക്ഷം താഴെയുള്ള വീടുകളൊന്നും സെസ് കൊടുക്കേണ്ടതില്ല. യൂണിയൻ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് PP വിജയൻ അധ്യക്ഷനായി. AM നാരായണൻ മാസ്റ്റർ, M രാമചന്ദ്രൻ, TV ഗിരീഷ്, TP രജീഷ്, വാസുദേവൻ മാസ്റ്റർ, K ഗോവിന്ദൻകുട്ടി തുടങ്ങിയവർ സംസാരിച്ചു. നിർമ്മാണ തൊഴിലാളി യൂണിയൻ CITU ഓങ്ങല്ലൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലായിരുന്നു ഓപ്പൺ ഫോറം സംഘടിപ്പിച്ചത്. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. തൃശൂർ വടക്കുന്നാഥ ക്ഷേത്രത്തിൽ ശ്രീമൂലസ്ഥാനത്തെ ആൽമുത്തശ്ശിയെ കാണാൻ വനമന്ത്രി നേരിട്ടെത്തി. ചികിത്സയിലൂടെ ആരോഗ്യം വീണ്ടെടുത്ത ആൽമരത്തിന്റെ വിശേഷം STV കഴിഞ്ഞ ദിവസം പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിച്ചിരുന്നു. 160-ലധികം വർഷം പഴക്കമുള്ളതാണ് ഈ ആൽമുത്തശ്ശി. കാലപ്പഴക്കം മൂലം വീടാറായ ആൽമരത്തിന്റെ കൊമ്പുകൾ മുറിച്ചു മാറ്റിയിരുന്നു. എന്നാൽ മരം പൂർണ്ണമായും മുറിച്ചു മാറ്റുന്നതിന് മുൻപ് ഒരു പരീക്ഷണം എന്നോണം മരത്തിന് ചികിത്സ നൽകി. ക്ഷേത്ര അധികൃതരും KFRAയിലെ ശാസ്ത്രജ്ഞരും ചേർന്നായിരുന്നു ചികിത്സ. ഒടുവിൽ ചികിത്സ ഫലം കണ്ടു. ആ മുത്തശ്ശിയുടെ ചില്ലകളും ഇലകളും തളിർത്ത് ആരോഗ്യം വീണ്ടെടുത്തു. വാർദ്ധക്യത്തിൽ നിന്ന് തിരികെ യൗവനത്തിലേക്ക് എത്തിയ ആൽമുത്തശ്ശിയുടെ കഥ STV ന്യൂസ് വാർത്തയാക്കിയിരുന്നു. ഇതിന് പിന്നാലെയാണ് വനമന്ത്രി AK ശശീന്ദ്രൻ തന്നെ നേരിട്ടെത്തിയത്. ആ പരീക്ഷണം വിജയകരമായി മുന്നേറുന്നു എന്നതിൻ്റെ ലക്ഷണമാണ് ഇന്നിപ്പോൾ നമ്മൾ നേരിട്ട് കണ്ട ഈ ആൽമരം തളിരിട്ട് നിൽക്കുന്ന മനോഹരമായ കാഴ്ച. അപ്പോൾ വൃക്ഷ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് മറ്റ് തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നതോടൊപ്പം തന്നെ പരമ്പരാഗത രീതിയെയും ആധുനികതയെയും ഏകോപിപ്പിച്ചുകൊണ്ട് ഇങ്ങനെയും മരങ്ങൾ സംരക്ഷിക്കാൻ കഴിയും എന്ന് നമുക്ക് കാണിച്ചു തന്നിരിക്കുക. ക്ഷേത്രഭൂമിയിൽ കാലപ്പഴക്കം മൂലം നാശത്തിന്റെ വക്കിലായ മറ്റു മരങ്ങൾക്ക് കൂടി ഇത്തരത്തിൽ ചികിത്സ നൽകി ആരോഗ്യം വീണ്ടെടുക്കാനുള്ള പദ്ധതികൾ ആരംഭിക്കുമെന്ന് വനമന്ത്രി പറഞ്ഞു. വാർദ്ധക്യത്തിന്റെ അവശതയിൽ ഒടിഞ്ഞു വീഴാറായ ആൽമരം ഇന്ന് തളിർനാമ്പുകളുടെ ശോഭയിൽ അതീവ സുന്ദരിയാണ്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. പ്രധാന വാർത്തകൾ വീണ്ടും. ഹേമ കമ്മിറ്റിക്ക് മൊഴി നൽകിയ നടിമാർ തന്റെ പേര് പറഞ്ഞിട്ടുണ്ടോ എന്ന ഭയത്തിലാണ് സുരേഷ് ഗോപിയെന്ന് TN പ്രതാപൻ. തൃശൂരിൽ വിരിഞ്ഞത് താമരയല്ല ചെമ്പരത്തിപ്പൂവാണെന്ന് തൃശൂരുകാർക്ക് ബോധ്യപ്പെട്ടെന്നും TN പ്രതാപൻ. ഹേമ കമ്മീഷൻ റിപ്പോർട്ട് വെളിച്ചം കാണാതിരിക്കാനാണ് സർക്കാർ ശ്രമിച്ചതെന്നും പുറത്തുവിടേണ്ട പല ഭാഗങ്ങളും പുറത്തുവിടാതിരിക്കുന്നത് സർക്കാരിന്റെ ചാലക ശക്തിയായി പ്രവർത്തിക്കുന്നവരെ സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായാണെന്നും പ്രൊഫസർ KA തുളസി. ഇരകൾക്കൊപ്പം എന്ന് പറഞ്ഞ സർക്കാർ വേട്ടക്കാരെ സംരക്ഷിക്കുന്ന നിലപാടാണ് സ്വീകരിക്കുന്നതെന്നും KA തുളസി. ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ട് പാലക്കാട് DCCയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സംഗമം. ഷൊർണൂർ വെള്ളത്തോൾ നഗർ മേഖലയിൽ പുതിയ റെയിൽവേ മേൽപ്പാലത്തിനായുള്ള നടപടികൾ ഒരുങ്ങുന്നു. മേൽപ്പാലം നിർമ്മാണത്തിന്റെ ഭാഗമായി മേഖലയിൽ മണ്ണ് പരിശോധനാ നടപടികൾക്ക് തുടക്കമായി. മേൽപ്പാലം നിർമ്മിക്കുന്നത് മേഖലയിൽ റെയിൽവേ ലൈൻ ഇരട്ടിപ്പിക്കുന്നതിന്റെ ഭാഗമായി. വാർദ്ധക്യത്തിൽ നിന്ന് തിരികെ യൗവനത്തിന്റെ പ്രൗഢിയിലേക്ക് എത്തിയ തൃശൂർ വടക്കുന്നാഥ ക്ഷേത്രത്തിലെ 160-ലധികം വർഷം പഴക്കമുള്ള
ആൽമുത്തശ്ശിയെ കാണാനെത്തി മന്ത്രി NK ശശീന്ദ്രൻ. ക്ഷേത്രത്തിൽ കാലപ്പഴക്കം മൂലം നാശത്തിന്റെ വക്കിലായ മറ്റു മരങ്ങൾക്ക് കൂടി ഇത്തരത്തിൽ ചികിത്സ നൽകി ആരോഗ്യം വീണ്ടെടുക്കാനുള്ള പദ്ധതി ആരംഭിക്കുമെന്ന് മന്ത്രി. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.